ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നമ്മൾക്ക് ഒരു ഉള്ളി വെച്ച് ബോണ്ട ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പുപൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇടാം. നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ച് കുറച്ച് ഒരു ചെറിയ ബൗളിനകത്ത് കുറച്ച് കടലമാവ്, കുറച്ച് വറക്കാത്ത അരിപ്പൊടി, അതുപോലെ തന്നെ അതേ സെയിം അളവിൽ തന്നെ മൈദ, ഇത് മൂന്നും കൂടി നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സാക്കി എടുക്കുന്നു. ഒരു കുറച്ച് കട്ടിയൊന്നും ഇല്ലാതെ കുറച്ച് നനവൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നായ 2 സവാള ഉള്ളികളും അതുപോലെ ഒരു പച്ചമുളകോ അല്ലെ 2 പച്ചമുളകോ പിന്നെ കുറച്ച് മല്ലിയില ഇതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ? എപ്പോഴും നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ ബോണ്ട ഇങ്ങനെ ഇടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു, കാരണം ഒരു കളറിനും കുറച്ച് എരിവിനും വേണ്ടിയാണ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എന്നിട്ട് നമ്മളൊരു കടായി അടുപ്പിലേക്ക് വെക്കുന്നു. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായോ ഇല്ലയോ എന്നൊന്ന് നോക്കുന്നു ആദ്യമേ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നല്ലതായിട്ട്. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ബോണ്ടകൾ ഇടുന്നു. കണ്ടില്ലേ? നല്ല ചൂട് എണ്ണയിലേക്ക് ബോണ്ടകൾ ഇടുന്നു. ബോണ്ടയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കാരണം ആ ഉള്ളികളൊക്കെ നല്ല ക്രിപ്സി ആയിട്ട് നല്ല കളറായിട്ട് സൂപ്പറായിട്ടുണ്ടാവും കാണാൻ തന്നെ. അത് നമുക്ക് ചായയുടെ കൂടെ മധുരമില്ലാത്തൊരു പലഹാരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ട്, കാരണം കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഉള്ളി മാത്രം മതി ചെയ്യാവുന്ന നല്ലൊരു 4 മണി പലഹാരം കൂടിയാണത്. ചായക്ക് ഏറ്റവും ബെസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാൻ. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, കമൻറ്റ് ചെയ്യ്.